ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ ഒരു ലക്ഷണം കണ്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരൊറ്റ രൂപ പോലും ഇല്ലാത്തവരും വലിയ സമ്പത്തിന് ഉടമയാകുന്നതാണ്. അങ്ങനെയുള്ള ഒരു ലക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ എത്രയോ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ആ ഒരു ലക്ഷണം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവൻ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ ലക്ഷണം ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളെ, ആ ഒരു ലക്ഷണം ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്പെടുത്താം, ആ ലക്ഷണത്തിൻ്റെ ഫലം എപ്പോഴാണ് ജീവിതത്തിൽ വരുന്നത്, എന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞുതരാം. കാരണം ഞാൻ ഈ പറയാൻ പോകുന്നൊരു ലക്ഷണം ഉള്ള ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വലിയ സമ്പത്തിന് ഉടമയായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 35-ാമത്തെ വയസ്സിൽ പോലും ഒറ്റ രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലാതിരുന്ന വ്യക്തി പിന്നീട് ഒരു 40-43 ആയപ്പോഴത്തേനും സ്വന്തം നിലയിൽ നല്ല വലിയ സാമ്പത്തികത്തിലേക്ക് വന്ന അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ പറയുന്ന ഓരോ കാര്യം അനുഭവത്തിൽ നിന്നാണ്, അല്ലാതെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതോ അത് അതൊന്നുമല്ല. അനുഭവത്തിൽ കണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാം ജീവിതത്തിൽ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം വിശദമായി പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും, ചെയ്യുന്ന രീതി പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ വഴിപാടുകളും നല്ല കാര്യങ്ങളും വീട്ടിൽ സ്വയം ചെയ്യാവുന്ന പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യം, നിറം, വിളിക്കേണ്ട ദേവത, എവറിത്തിങ്. അപ്പോൾ അത് കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ, ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. ഇതാണ് സാഹചര്യം. ഇനി വീഡിയോയിലേക്ക് വരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അതായത് നമ്മുടെ പുരുഷന്മാരുടെ വലത് കൈയിൽ, സ്ത്രീകളുടെ ഇടത് കൈയിൽ മോതിര വിരലിൻ്റെ നീളം ചൂണ്ടുവിരലിനേക്കാൾ കൂടിയിരുന്നാൽ ആ വ്യക്തി വലിയ സമ്പത്തിന് ഉടമയാകാനുള്ള ഒരു യോഗം തന്നെയാണ്. മുഴുവൻ വീഡിയോ കേട്ടിട്ട് നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കാവുള്ളൂ. അറ്റം മൂലം കേട്ടിട്ടും നിങ്ങൾ നിഗമനത്തിലെത്തരുത്. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം, വീഡിയോ മുഴുവൻ. കാരണം ഞാൻ പറയുന്ന അനുഭവത്തിൽ നിന്നാണ്. ഞാൻ അങ്ങനെ സമ്പത്തുണ്ടായി വലിയ സമ്പത്തിന് ഉടമയായവരെ കണ്ടിട്ടുണ്ട്. ഒറ്റ രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലാതെ വലിയ സമ്പത്തുണ്ടാക്കിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ കൈരേഖ നോക്കിയിട്ടുണ്ട്. എനിക്കറിയാതെ. അപ്പം അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. മുഴുവൻ കേൾക്കണം കേട്ടോ. അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിച്ചോളാണ് കേട്ടോ. അപ്പം മോതിര വിരൽ, ഈ ശനിവിരൽ, നടുവിരലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നടുവിരലിന് എപ്പോഴും എല്ലാ വിരലിനെക്കാട്ടും നീളം കൂടുതലായിരിക്കും. അതിനെക്കുറിച്ചല്ല, അതങ്ങ് വിട്ടേരെ. മോതിര വിരലിന് ഈ ചൂണ്ടുവിരലിനേക്കാൾ നീളം കൂടിയിരിക്കുക. അല്പമെങ്കിലും മതി, കൂടിയിരുന്നാൽ മതി. മനസ്സിലായല്ലോ? അതായത് ചൂണ്ടുവിരലിനേക്കാൾ അല്പമെങ്കിലും നീളം മോതിര വിരലിന് കൂടിയിരിക്കുക. ആ വ്യക്തിക്ക് സമ്പത്തുണ്ടാക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ്, യാതൊരു സംശയവും വേണ്ട. ഇനി സമ്പത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് മറ്റു കാര്യങ്ങൾ പരിശോധിക്കണം. ഇപ്പം അയാളുടെ ഗ്രഹനിലയോ മറ്റു രേഖാസ്ഥിതികളോ അതിനെന്തെങ്കിലും തടസ്സം ഉണ്ടതിന് പരിഹാരം ചെയ്യണം. അങ്ങനെ സമ്പത്തുണ്ടായ നിരവധി ഒരു അനുഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം. ഇത് സാമ്പത്തികം ഉണ്ടാകാനുള്ളൊരു യോഗം തന്നെയാണ്. നിങ്ങൾ എത്ര ദരിദ്രനാണേലും അക്കൗണ്ടിൽ ഒരു നയാ പൈസ പോലും, ഒരു രൂപ പോലും ഇല്ലേലും നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിനുള്ള പരിശ്രമം കൂടെ നിങ്ങൾ ചെയ്യണം. പിന്നെ തടസ്സം ഉണ്ടാകാതെ മാറാനുള്ള കാര്യം കൂടെ ചെയ്യണം. തടസ്സം ഉള്ളവർ ഇപ്പം ഇങ്ങനെ ചൂണ്ടുവിരലിനേക്കാൾ മോതിരവിരലിന് നീളം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ജോലി ചെയ്യാതിരുന്നാൽ പട്ടിണി കൊണ്ട് മൂട്ടയിടത്തേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങൾക്കൊരു കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾക്ക് ചിലപ്പം വിദേശത്തേക്ക് ഒരു ജോലി ചെയ്യാനൊരു അവസരം വരിക. ചിലർ അവസരം പോകത്തില്ല. എന്നിട്ട് നാട്ടിൽ കിടന്ന് ദാരിദ്ര്യം, ജോലിയൊന്നും ഇല്ലാതെ നടന്നാലും വിദേശത്തേക്ക് ഒരു ജോലിക്ക് അവസരം വന്നാൽ ചിലപ്പം പോകത്തില്ല. പക്ഷെ ഒരു അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തി വിദേശത്ത് പോയാൽ ഈ കഴിവ് അപ്പോഴാണ് ചിലപ്പം പ്രയോജനപ്പെടുന്നത്. നിങ്ങളായിട്ട് അവസരങ്ങൾ നിഷേധിച്ചാൽ ഈ കഴിവുണ്ടെന്നൊരു കാര്യമില്ല. നമ്മൾ അങ്ങനെ അവസരങ്ങൾ നമുക്ക് ഫലമായി കിട്ടാൻ ഈശ്വരാധീനത്തിന് തടസ്സം മാറാനുള്ള വഴിപാടുകളും ചെയ്യണം. തീർച്ചയായിട്ടും ഇതൊരു സാധ്യത തന്നെയാണ്. ഇനിയും ഈ മോതിരവിരലിന് ശ്രദ്ധിച്ചു കേട്ടോണം. ചെറിയ വളവുണ്ടെങ്കിൽ ഈ ഭാഗത്ത്, മോതിരവിരലിൻ്റെ ഈ ഭാഗത്ത്, ഈ വിരലിൽ
ഇങ്ങനെ ചെറിയ ചെറിയ വളവ് അകത്തേക്കുണ്ടെങ്കിലോ അല്ലെ വെളിയിലോട്ടുണ്ടെങ്കിലോ മോതിരവിരലിന് എങ്ങനെ ഇപ്പം ഇങ്ങനെ ചെറിയ വളവോ അല്ലെ ഇങ്ങനെ ചെറിയ വളവോ ഇങ്ങോട്ട് ചെറിയ വളവോ എങ്ങനെയെങ്കിലും ഒരു ചെറിയ വളവുണ്ടെങ്കിൽ സാമ്പത്തികപരമായ തട്ടിപ്പിൽ പോയി ചാടാൻ സാധ്യത വളരെ കൂടുതലാണ്. സുഹൃത്തുക്കൾ വഴി പല തട്ടിപ്പുകളിലും പോയി ചാടാൻ സാധ്യത വളരെ കൂടുതലാണ്. തെറ്റായ ചില കൂട്ടുകെട്ടുകളിലും സാഹചര്യങ്ങളിലും പോയി ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ചാടിയവരുണ്ട്. കൈരേഖ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അനുഭവത്തിൽ നിന്നായി പറയുന്നത്. ഞാൻ പറഞ്ഞില്ല പുസ്തകത്തെ അവിടെ വായിച്ചിട്ട് ഇപ്പം ആർക്കും പറഞ്ഞുതരാം. അതല്ല, ഞാൻ അനുഭവങ്ങളിൽ നിന്നും ഞാൻ ചെയ്ത കണ്ട കാര്യങ്ങളിൽ നിന്നുമാണ് പറയുന്നത്. ആവർത്തിക്കുന്ന പല കാര്യങ്ങളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പം മോതിരവിരലിന് വളവുണ്ടെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം. അതുപോലെ വിദേശത്തൊക്കെ പോകുമ്പോഴും നല്ല ഏജൻസികൾ തിരഞ്ഞെടുക്കണം. അവിടെയും ചെന്ന് കഴിഞ്ഞാൽ തട്ടിപ്പുകളിൽ പെടാതെ സൂക്ഷിക്കണം. ശ്രദ്ധിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ അന്വേഷിക്കണം. ഇപ്പം ഒരു ഏജൻസി നല്ലതാണോ എന്ന് ഒരു ജ്യോതിഷനോടും ചോദിച്ചിട്ട് കാര്യമില്ല. ആ ഏജൻസിയെ കുറിച്ച് അന്വേഷിക്കണം. ഇപ്പം ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജ്യോതിഷനാണെങ്കിൽ അയാൾക്ക് സമയം നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റും. ദാറ്റ്സ് ഓൾ. അല്ലാതെ ഏജൻസിക്കാരൻ നല്ലതാണോ അതൊക്കെ ഊഹിച്ച് പറയുന്നതാണ്. അത് ശരിയാകണോ എന്നൊരു നിർബന്ധവുമില്ല. അങ്ങനെ ചോദിക്കുന്നവൻ്റെ കാര്യം ചിലപ്പോൾ അതൊരു ഒരു 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 ബുദ്ധിപരമല്ലാത്തൊരു നീക്കമാണ്. കാരണം ഈ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇപ്പോഴുള്ള തട്ടിപ്പുള്ള ഏജൻസികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പിന്നാണ് അപ്പം നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യണം. അപ്പം അങ്ങനെ ഇങ്ങനെ മോതിരവിരലിനും വളവുള്ളവർ ഒരു വിദേശത്തിനൊരു കാര്യങ്ങൾ വന്നാലൊക്കെ അന്വേഷിച്ചിട്ട് ചെയ്താൽ മതി. ചെയ്യരുതെന്ന് അർത്ഥമില്ല. ഈശ്വരാധീനത്തോടു കൂടി അന്വേഷിച്ചിട്ട് ചെയ്താൽ നമുക്കപ്പോൾ ഒരു 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 വിദേശത്തേക്കുള്ള ഒരു ഇത് വന്നു അത് ജെനുവിൻ അല്ലെങ്കിൽ വേറെ ഒന്ന് നല്ലതിന് ശ്രമിക്കുക. തീർച്ചയായിട്ടും പരിശ്രമിച്ചാൽ അടുത്ത വേറൊരു വേക്കൻസി പോയി ചിലപ്പോൾ രക്ഷപ്പെട്ടുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരു കാര്യം ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചു ചെയ്യുക. അതുകൊണ്ട് ഗുണമുണ്ടാവും. ഇനിയും ഈ ചൂണ്ടുവിരലിൻ്റെ നീളം ഈ മോതിരവിരലിനെക്കാട്ടിലും നീണ്ട് ഇരുന്നാൽ, മോതിരവിരലിനെക്കാട്ടിലും ചൂണ്ടുവിരലിന് നീളം കൂടിയിരുന്നാൽ, ആദ്യം പറഞ്ഞത് മോതിരവിരലിന് ചൂണ്ടുവിരലിനെക്കാട്ടിൽ നീളം കൂടിയിരുന്നാലാണ്. ഇനിയും പറയാൻ പോകുന്നത് ചൂണ്ടുവിരലിന് ഈ മോതിരവിരലിനെക്കാട്ടിൽ നീളം കൂടിയിരുന്നാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഭയങ്കര ഈഗോ ആയിരിക്കും. അവരെന്ത് ചെയ്താലും അവർ അവസാനം വരുമ്പോൾ ഫിനിഷിങ്ങിൽ അത് കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ഒരു അവസാന നിമിഷം നമ്മൾ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടത് ഒരു ഭാഗ്യ തടസ്സം ഇവരെ എപ്പോഴും വേട്ടയാടും. എന്ത് ചെയ്താലും അവസാനം വരുമ്പോൾ ഒരു ഭാഗ്യ തടസ്സം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ളവർ കൃഷ്ണന് വഴിപാട് ചെയ്താൽ മതി. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശി പാൽപ്പായസവും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും കൃഷ്ണന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. സാധിക്കുന്ന പോലെ രാവിലെ ചെയ്യണം. മാസത്തിലൊന്നോ ഒക്കെ ആവർത്തിക്കുന്ന നല്ലതാണ്. ജീവിതം മാറും. പിന്നെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വൈകുന്ന പാട് ഒരു സെറ്റുമുണ്ട്, ഭഗവാനെ ഉടുപ്പിക്കുന്ന ഒരു സെറ്റുമുണ്ട് സമർപ്പിക്കുന്ന നല്ലതാണ്. പിന്നെ പറ്റുവാണെങ്കിൽ ചുറ്റുവിളക്ക് തെളിയിക്കുക, അല്ലെ കൽവിളക്ക് തെളിയിക്കുക. ഇനി അതല്ലേലും ഒരു കുപ്പി നെയ്യും കുറച്ച് തിരിയും കൂടെ സമർപ്പിക്കുക. ഇത് 3 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ ആവർത്തിക്കാൻ നല്ലതാണ്. ചെറിയ ക്ഷേത്രം തിരഞ്ഞെടുക്കുക. അപ്പം വലിയ പൈസ ഒന്നും ആകത്തില്ല. ചുറ്റുവിളക്ക് തെളിയിക്കുന്ന ഏറ്റവും നല്ലത്. പെട്ടെന്ന് ജീവിതം മാറും. അങ്ങനെ പറ്റുന്ന പോലെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയും ഈ മോതിരവിരലിന് താഴെ ഒരു നേർരേഖ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. അവർ നല്ല കഴിവുള്ളവരാണ്. അവരെന്തോ അവരുടെ പരിശ്രമത്തിൻ്റെ കുറവോ അല്ലെ ചെറിയ ഭാഗ്യതടസ്സവും കൊണ്ടായിരിക്കും തടസ്സപ്പെട്ട് നിൽക്കുന്നത്. അതിന് ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, പരിശ്രമം വർദ്ധിപ്പിക്കണം. നല്ല നിലയിൽ സാമ്പത്തികം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിക്ക് കഴിവുണ്ട്, അയാൾ അതിനുള്ള പരിശ്രമം ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് ഉയർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകാത്തത്. മനസ്സിലായില്ലേ? അത് ആ നേർരേഖ കഴിവ്, നല്ല സാമ്പത്തികം ഉണ്ടാകാൻ കഴിവുള്ളവരാണ്. ഇനിയും ഈ ചെറുവിരല് ഈ മോതിരവിരലിനെ തേണ്ടി ഈ രേഖ ഉണ്ടോ, ഈ രേഖ ഇവിടെ ഇങ്ങനെ ഒരു രേഖയുണ്ടല്ലോ, ഇതിനേക്കാൾ മുകളിൽ നീളം ഉണ്ടായിരുന്നാൽ, അതായത് മോതിരവിരലിന്റെ ഈ വെട്ട് കണ്ടോ, ഈ രേഖയേക്കാൾ ഈ ചെറുവിരലിന് നീളം ഇത്രയൊക്കെ നീളം ഉണ്ടായിരുന്നാൽ മികച്ച അഡ്വക്കേറ്റ്, മികച്ച അധ്യാപകൻ, മികച്ച ജേർണലിസ്റ്റ്, അതുപോലെ തന്നെ ജഡ്ജി അല്ലെ ജുഡീഷ്യറിയുടെ ഏറ്റവും നല്ല പവറിൽ അതിന് വളരെ കഴിവുള്ളവരായിരിക്കും. ഇവർ ചെറുപ്പത്തിലെ നല്ല ജോലിയിൽ പ്രവേശിക്കും. അല്ലെ മികച്ച അഡ്മിനിസ്ട്രേറ്റീവ് പവർ,
ഉള്ളവരൊക്കെ ആ നിലയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ഒരു വലിയ ഭാഗ്യമുള്ളവർക്ക് അത് കാണുന്നത്. ഇതും ഒരു ലക്ഷണം തന്നെയാണ് ഭാഗ്യത്തിന്റെ. ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണം മോതിരവിരലിന് ചൂണ്ടുവിരലിനേക്കാൾ നീളം കൂടിയിരിക്കുക, ഭാഗ്യം. രണ്ടാമത് പറയുന്നത് ഈ ചെറുവിരലിന് ഈ മോതിരവിരലിലെ ഈ മൂന്നാമത്തെ ഈ ഖണ്ഡത്തെക്കാട്ടിലും ഈ ഇവിടെ കാണുന്ന ഈ വരയെക്കാട്ടിലും നീളം കൂടി ഇരിക്കുക. അതായത് ചെറുവിരലിന് മോതിരവിരലിന്റെ ഈ മൂന്നാമത് കാണുന്ന ഇപ്പൊ ഉണ്ടോ, ഇതൊരു രേഖ, ഇതൊരു രേഖ, ഈ മൂന്നാമതല്ല ഈ രണ്ടാമത് കാണുന്ന രേഖയേക്കാൾ നീളം കൂടിയിരിക്കുക ചെറുവിരലിന്. കണ്ടോ, ഇത്രയും നീളമൊക്കെ വരിക, കണ്ടല്ലോ. ഇതൊരു ഭാഗ്യമാണ് കേട്ടോ. കാരണം ഇത് പറയാൻ കാര്യം, അങ്ങനെ ഉള്ളവരുടെ രേഖ ഞാൻ പരിശോധിച്ചിട്ടുണ്ടെന്നേ. അവരുടെ കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ഭാഗ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ കഴിവ് ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ്മാ ഈ പുസ്തകത്തിൽ എന്ന് പറയുന്ന ഒന്നും അല്ല ഈ പറയുന്നത്. പക്ഷെ മനസ്സിലായല്ലോ, ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. സത്യസന്ധമായ അനുഭവത്തിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ചെറുപ്പത്തിലെ നല്ല ജോലി, ചെറുപ്പത്തിലെ വിവാഹം, നല്ല വീട്, ഒന്നിലധികം വീടുകളെ, സമ്പത്ത്, നല്ല മക്കളെ, വലിയ ഐശ്വര്യങ്ങളെ, വലിയ കഴിവ്, നല്ല സമൂഹത്തിൽ നല്ല ഉന്നത പൊസിഷൻ, തൊഴിൽപരമായ നല്ല ഉയർച്ച, ഇതിനൊക്കെ ഭാഗ്യമുള്ളവരാണ്. ഇനി ചിലർക്ക് ഈ പെരുവിരലിന്റെ നീളം ഈ ഇപ്പം നമ്മൾ രണ്ടാമത്തെ രേഖയാണ് പറഞ്ഞത്. ഇനി ഇത് ഈ ഒന്നാമത്തെ രേഖ കഴിഞ്ഞ് കുറച്ചുകൂടെ തീരെ കുറുകിയിരിക്കുക, സാമാന്യത്തിലും കുറുകിയിരിക്കുക. ഇപ്പം സാധാരണ എല്ലാവർക്കും ഇടത്തരമാണ് കാണുന്നത്. ഇത് ഇടത്തരത്തിൽ സാമാന്യത്തിലും ഈ പെരുവിരൽ കുറുകി ചെറുതായിട്ടിരിക്കുക. അവർ കച്ചവടത്തിന് മിടുക്കരായിരിക്കും, അതും ഭാഗ്യം തന്നെയാണ്. ഇടത്തരം പെരുവിരലിന്റെ നീളം നിൽക്കുന്നത് അത് കുറച്ച് ഭാഗ്യവും നിർഭാഗ്യവും കാണും. ഒന്നുകിൽ പെരുവിരലല്ല ചെറുവിരൽ കേട്ടോ, പെരുവിരലല്ല ചെറുവിരലിനെ കുറിച്ചായി പറയുന്നത്. ഇതുവരെ പെരുവിരലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇപ്പം പറയുന്നത് ചെറുവിരലിനെ കുറിച്ചാണ്. അപ്പൊ ഈ ചെറുവിരലിന് ഒന്നുകിൽ നീളം ഈ രേഖയെക്കാട്ടി കൂടിയിരിക്കുക, അല്ലെങ്കിൽ സാമാന്യത്തിൽ കുറഞ്ഞിരിക്കുക ചെറുവിരലിന്റെ നീളം. ഇവര് ഈ രണ്ട് രീതി വന്നാലും ഭാഗ്യശാലികളായിരിക്കും. ഇനിയും ഈ ശനിവിരലാണ് എന്താണെങ്കിലും നീളം കൂടിയിട്ടുള്ളത്. ഈ ശനിവിരലിന്റെ താഴെ നേർരേഖ കണ്ടാൽ ജീവിതത്തിൽ പെട്ടെന്ന് ഭാഗ്യോദയങ്ങൾ ഉണ്ടാവും. നേർരേഖ കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗുണനചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനും അപ്രതീക്ഷിതമായിട്ട് തടസ്സമായിരിക്കും. വാഹനങ്ങൾ ശ്രദ്ധിക്കണം, അശ്രദ്ധ കൊണ്ടുള്ള കാര്യങ്ങൾ അതാണ്, ശ്രദ്ധിച്ചാൽ മതിയില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇനി മോതിരവിരലിന്റെ താഴെ ഒരു ഗുണനചിഹ്നം കാണുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കഷ്ടപ്പാടുകൾ, എന്തു ചെയ്താലും ഒരു ഉയർച്ചയ്ക്ക് തടസ്സമൊക്കെ ആയിരിക്കും. അതിന് നിങ്ങൾ കൃത്യം ചെയ്യേണ്ടത് പക്കനാളിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, കടുംബായുസം, ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഇത് പക്കനാൾ ദൂരം ആവർത്തിക്കാൻ നല്ലതാണ്. രാവിലെ ഒരു ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും കൊടുത്താൽ നല്ലതാണ്. അതൊരു 3 മാസം ഒരിക്കൽ അല്ല 4 മാസത്തിലൊരിക്കൽ പക്കനാളിന് ചെയ്താൽ മതി. പക്ഷെ ബാക്കി പറഞ്ഞ വഴിപാടുകൾ പക്കനാൾ, അതായത് ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം പക്കനാൾ ദൂരം ആവർത്തിക്കണം. വെള്ളിയാഴ്ചകൾ കടുംബായുസവും ചുവന്ന പൂക്കൾ അല്ലെ ചെമ്പരത്തി പൂവ് അല്ലെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും കടുംബായുസവും, കുളമുള്ള ക്ഷേത്രമാണ് ഭദ്രകാളിക്ക് കുളത്തിൽ മലരുകൊണ്ട് മീനൂട്ടും ചെയ്യണം. ചെയ്തവരെല്ലാം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഈ ചെറുവിരലിന് താഴെയുള്ള ഭാഗത്ത് ഒരു നേർരേഖ കണ്ടാൽ നല്ല റിച്ച് ആകും എന്നുള്ള യോഗമാണ്. ഇനി ചെറുവിരലിന് താഴെ 2 രേഖ സാമാന്യ അകലത്തിൽ കണ്ടു കഴിഞ്ഞാൽ ടെക്നിക്കൽ മേഖലകൾ ഇവർക്ക് വളരെ നല്ലതാണ്. എഞ്ചിനീയറിങ്, ടെക്നിക്കല് അങ്ങനെയുള്ള മേഖലകൾ വളരെ നല്ലതാണ്. IT അങ്ങനെയുള്ള മേഖലകൾ നല്ലതാണ്. അവർ പ്രത്യേക സ്കിൽഡ് ആയിരിക്കും, അങ്ങനെയുള്ള വ്യക്തികൾ കഴിവുള്ള വ്യക്തികളായിരിക്കും. ഇനിയും ഈ ചെറുവിരലിന് താഴെ ഒന്നിലധികം രേഖകൾ കാണുവാണെങ്കിൽ മെഡിക്കൽ ഫീൽഡ് നല്ലതായിരിക്കും. നഴ്സിംഗ് മേഖല നല്ല, ഫാർമസി നല്ല, ഡോക്ടർ അങ്ങനെയുള്ള മേഖലകൾ. എനിക്ക് ഒരുപാട് ഡോക്ടർമാരുടെ ഒക്കെ കൈരേഖയും ഗ്രഹനിലയും സംഖ്യാദോഷവും ഒക്കെ പരിശോധിക്കാൻ, ഡോക്ടർമാരുടെയും വക്കീലന്മാരുടെയും ഒക്കെ പരിശോധിക്കാൻ, എല്ലാ തരത്തിലുള്ള ആളുകളെയും പരിശോധിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിന് ഈശ്വരൻ നന്ദി പറയുന്നു. ഞാനിത് അനുഭവങ്ങളിൽ നിന്നായി പറയുന്നത്, ആവർത്തിക്കുന്ന അനുഭവങ്ങൾ, റിപ്പീറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ, കൂടുതൽ ആവർത്തിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്നിലധികം രേഖകൾ ഈ ചെറുവിരലിന് താഴെ കണ്ടു കഴിഞ്ഞാൽ നഴ്സിംഗ്, ഫാർമസി, മെഡിക്കൽ ഫീൽഡ് ഏത് തരത്തിലുള്ള ആണെങ്കിലും, ഇപ്പോൾ ഒരു ദന്തൽ ഡോക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ്. ഇനി ഈ ചെറുവിരലിന് താഴെ ഒന്നിലധികം രേഖകൾ ഇങ്ങനെ നിവർന്ന് സമാന്തരമായിട്ടുള്ള രേഖകളായി പറയാന്, അല്ലാതെ കുറുകെയുള്ള രേഖകളെ കുറിച്ച് ഇതുവരെ ഈ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല. നിവർന്ന് നേരെ കാണുന്ന രേഖകളെ കുറിച്ചാണ്. അപ്പൊ ചെറുവിരലിന് താഴെ ഒന്നിലധികം രേഖകൾ കാണുന്നു, ശരി തന്നെ. പക്ഷെ ഈ രേഖകൾ വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് കാണുവാണെങ്കിൽ തൊഴിൽ തടസ്സം, ദാരിദ്ര്യം, സ്വന്തം കഴിവ് പ്രയോജനപ്പെടുന്നില്ല എന്ന് സാരം. മനസ്സിലാവുന്നുണ്ടോ?
ഇനിയും പറയാൻ പോകുന്നത്, ഇപ്പോഴാണ് പെരുവിരലിനെ കുറിച്ച് ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. പെരുവിരൽ. ഈ പെരുവിരൽ കൊണ്ട് തന്നെ ഒരാളുടെ, മിക്കവാറും ഒരാളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഞാൻ പെരുവിരലിലെ ഈ പെരുവിരലിന്റെ വിരലടയാളം വരെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് പലരുടെയും. അതിൽ കുറേ നേരം ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് വരെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ വൃത്താകൃതിയുള്ള ചക്രമുണ്ട്, ലൂപ്പുണ്ട്, അൾനർ ലൂപ്പുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള, പിന്നെ പീക്കോക്ക് ഐ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള വിരലടയാളങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് പോട്ടെ, ഞാനിപ്പോൾ അതിനെക്കുറിച്ചുള്ള ഈ പെരുവിരൽ ഇങ്ങനെ പുറകോട്ട് വളയുന്ന പെരുവിരലാണെങ്കിൽ, ഇങ്ങനെ ഫ്രീ ആയിട്ട് വളയുന്ന പെരുവിരലാണെങ്കിൽ അയാൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജറെ, സൂപ്പർവൈസറെ, കമ്മ്യൂണിക്കേഷൻ മേഖല, ഫിനാൻസ് മേഖല ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ചിലരുടെ പെരുവിരൽ പുറകോട്ട് ഇങ്ങനെ വലുതായിട്ട് വളയത്തില്ല, നല്ല സ്റ്റേണായിട്ട് നിൽക്കും. പോലീസ്, പട്ടാളം, ആർമി, ഈ അങ്ങനെയുള്ള ഫോഴ്സ് സംബന്ധമായ ജോലികൾക്ക് അവർ ഏറ്റവും മിടുക്കന്മാരായിരിക്കും. നല്ല സ്റ്റബോണായിട്ടിരിക്കും. അവർക്ക് ഭയങ്കര ഇച്ഛാശക്തി ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും ഈ പെരുവിരലിലെ ഈ കാണ്ഡത്തിൽ കുറുകെ ഇങ്ങനെ രേഖ കാണുക. കുറുകെ നിവർന്നല്ല, കുറുകെ രേഖ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ആ രേഖ കാണുന്ന സമയം മാനസികമായിട്ട് നല്ല ഡൗൺ ആയിരിക്കും. ഒന്നിലധികം രേഖകൾ കണ്ടാൽ, ഒരു രേഖയോ രണ്ട് രേഖയൊന്നും പ്രശ്നമില്ല. ചിലർക്ക് 2, 3, 4 രേഖയൊക്കെ കാണും. വളരെ മാനസികമായിട്ട് ഡൗൺ ആയിരിക്കും. എന്നാൽ അവരുടെ ആ മനസ്സിലെ വിഷമമൊക്കെ മാറ്റം വരുമ്പോൾ ഈ രേഖകൾ മങ്ങി തുടങ്ങും. ഞാൻ എത്രയോ ആളുകൾ കൈരേഖ പരിശോധിച്ചിട്ടുണ്ട്. അപ്പം ചെറുവിരലിലും ഇങ്ങനെ ഈ കാണ്ഡത്തിൽ ഒന്നിലധികം രേഖകൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് മനോവിഷമം ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാനസികമായിട്ടുള്ള ഡൗൺ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ഇതാണ് യവച്ചിഹ്നം. യവച്ചിഹ്നം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തം പോലെ കാണുന്നത് കണ്ടോ, ഇത് യവച്ചിഹ്നമാണ്. ഈ പെരുവിരലിലെ ഈ കാണുന്ന ഒരു വൃത്തം പോലെ കാണുന്നില്ലേ, അതാണ് യവച്ചിഹ്നം. ഇത് ഈ വൃത്തം പോലെ കാണുന്ന യവച്ചിഹ്നം. ഈ യവച്ചിഹ്നമാണ് എന്താണ്, ഇൻറ്റ്യൂഷൻ. നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടുന്ന ഒരു ദൈവികമായ ചില കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാം. അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ പവർ കിട്ടുന്നതാണ്. സാമ്പത്തികമായ ഉയർച്ച നൽകുന്നതാണ്. ദൈവികമായ ഒരു അനുഗ്രഹം ഉള്ളവർക്കും പലപ്പോഴും ഈ യവച്ചിഹ്നം കാണാറുണ്ട്. അവർക്ക് ദൈവികമായ അനുഗ്രഹം ഉള്ളവരിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അവർ ഏത് ആപത്തിൽ പോയാലും രക്ഷപ്പെടും. ദൈവികമായ എപ്പോഴും ഒരു സഹായം ഇവർക്കുണ്ടാവും. ചില തോന്നലുകൾ ശരിയാവും. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവും. പിന്നെ ഇവർക്ക് ഒരു ഈശ്വരാനുഗ്രഹം പലപ്പോഴും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇനി എല്ലാവരും ചോദിക്കും മിസ്റ്റിക് ക്രോസ്. ഞാനിപ്പോൾ ഒന്നും വരച്ചിട്ടില്ല കേട്ടോ. കറക്റ്റ് ഒറിജിനൽ കൈയാണ് കാണിക്കുന്നത്. ഇത് കണ്ട, എൻ്റെ വലത് കൈയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പം വീഡിയോയിൽ ഇടത് കൈയായിട്ട് തോന്നും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്യാമറ തോന്നുക. ഞാൻ കാണിക്കുന്നത് എൻ്റെ വലത് കൈയാണ്. വലത് കൈയിൽ ഇത് കണ്ട, ഈ ഭാഗത്ത് ഗുണനച്ചിഹ്നമുണ്ട്, മിസ്റ്റിക് ക്രോസ്. ഇതെനിക്ക് ഒറിജിനലായിട്ടുള്ള മിസ്റ്റിക് ക്രോസ് എന്ന് പറയും. ഈ മിസ്റ്റിക് ക്രോസ് ഉള്ളവർ പ്രത്യേകമായി ഒരു ദൈവികമായ ചില നിയോഗങ്ങളായിട്ട് ഭൂമി ജനിക്കുന്നവരാണ്, അല്ലെ ചില പ്രത്യേക ഈശ്വരീയമായ ചില ഉത്തരവാദിത്വങ്ങൾ ഉള്ളവരാണ്. ഇവർക്ക് ചില പ്രത്യേക വിശേഷ കഴിവുകളാണ്. ഇത്രയും മിസ്റ്റിക് ക്രോസ് ഉള്ള പല ആളുകളെ ഞാൻ കൈരേഖ പരിശോധിച്ചിട്ടുണ്ട് കേട്ടോ. അവർ ഏത് മോശം അവസ്ഥയിൽ നിന്ന് കരകയറി വരും, ഏത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടും. അവർക്കൊരു ഇൻറ്റ്യൂഷൻ കഴിവും മിസ്റ്റിക് ക്രോസ് ഉള്ളവർക്കും ഉണ്ട്. പക്ഷെ ഇവർ പ്രധാനമായിട്ടും ഒരു 38 വയസ്സിന് മേലായിരിക്കും കൂടുതൽ ചേഞ്ച് കാണുന്നത്. മനസ്സിലായി? 38 വയസ്സിന് മേലായിരിക്കും കൂടുതൽ ചേഞ്ച് വരുന്നത്. അതിനു മുമ്പ് പല പ്രാരാബ്ദങ്ങളും, ദുരിതങ്ങളും, ദാരിദ്ര്യങ്ങളും, തട്ടിപ്പുകളിലൊക്കെ പോയി ചാടാം. പിന്നെ മാത്രമല്ല ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് തട്ടിപ്പുകൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം, സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടാൻ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റിക് ക്രോസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി സമ്പന്നനാകും, അല്ലെ സാമ്പത്തികം ഉണ്ടാകും. അതിലൊന്ന് യവച്ചിഹ്നം കണ്ടല്ലോ. 2 ഈ മോതിരവിരലിന് ചൂണ്ടുവിരലിനെക്കാട്ടി നീളം. 3 പെരുവിരലിന് ഈ മോതിരവിരലിന്റെ ഈ വരയെക്കാട്ടിലും നീളം. അപ്രത്യക്ഷമായുടെ ജീവിതത്തിൽ വലിയ സമ്പത്ത് വരാനും, എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നവനാണേലും വളരെ സമ്പന്നനാകാനും യോഗമുള്ളതാണ്. അതുപോലെ ഈ മോതിരവിരലിന്റെ താഴെ ഒരു നേർരേഖ, അതും വലിയ സമ്പത്ത് വരാനും യോഗമാണ്. ഈ ചെറുവിരലിന്റെ താഴെ ഒരു നേർരേഖ, അതും സമ്പത്ത് വരുന്നതാണ്. ചെറുവിരലിന്റെ താഴെ 2 രേഖ സാമാന്യ അകലത്തിൽ കണ്ടാലും സാമ്പത്തികം ഉണ്ടാകും. പിന്നെ ഈ ചൂണ്ടുവിരലിന്റെ താഴെ നേർരേഖ വന്നാലും അവന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, വലിയ സമ്പത്ത് ഉണ്ടാകും തന്നെയാണ്. ഇനിയും ഈ ഏത് മണ്ഡലത്തിലാണേലും
ഗുണനചിഹ്നം കാണുന്നത് തടസ്സം തന്നെയാണ്. പക്ഷേ ഈ ചൂണ്ടുവിരലിന് താഴെ ഗുണനചിഹ്നം കാണുന്നത് അവന് നല്ലൊരു ജീവിതം ഉണ്ടാകും, ചേർന്ന ഒരു 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 പാർട്ണറെ കിട്ടുമെന്നുള്ളതാണ്. ബാക്കി ഈ നടുവിരലിന് താഴെയും ഈ മോതിരവിരലിന് താഴെയും ഈ ചെറുവിരലിന് താഴെയും ഈ 3 വിരലുകൾക്ക് താഴെയും ഗുണനചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ശനിമണ്ഡലത്തിന് താഴെ കാണുവാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായ ആപത്തുകൾ. മോതിരവിരലിലാണെങ്കിൽ സാമ്പത്തികമായ തകർച്ചകൾ, തടസ്സങ്ങൾ, ബ്ലോക്ക്, ഇതൊക്കെ. ഇവിടെയാണെങ്കിൽ നാക്ക് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആരുമായിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാകും. സംസാരം ശ്രദ്ധിക്കണം. ഇത് എനിക്കറിയാം, ഈ ചെറുവിരലിന് താഴെ ഗുണചിഹ്നം ഉള്ള ഒരു പുള്ളി ഇതുപോലെ നാക്ക് ശരിയല്ല ഞാൻ പുള്ളിയെ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാം. പക്ഷെ അത് പുള്ളിക്ക് ഞാനത് പറഞ്ഞു കൊടുത്താലും ചില സമയത്ത് ആരും ഇത് മനസ്സിലാക്കത്തില്ലല്ലോ. എപ്പോഴും സംസാരം ശ്രദ്ധിക്കണം, മനസ്സിൽ തോന്നുന്നെല്ലാം വിളിച്ചു പറയരുത്. ഇങ്ങനെ കാര്യങ്ങളാണ്. ഈ ശിവഭഗവാന് ജലധാര ചെയ്താൽ നമ്മൾ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് അറിയത്തില്ല, ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ അറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഭഗവാന് ജലധാര ചെയ്താൽ നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്ത പാപങ്ങൾ തീരാൻ നല്ലതാണ്, തൊഴിൽ തടസ്സം മാറാൻ നല്ലതാണ്, പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും. അത് ഏറ്റവും നല്ലത് പക്കനാളിന് ചെയ്യുന്ന നല്ലതാണ്. ജലധാര, പാൽപ്പായസം, പിൻവിളക്ക്, കൂവളത്തിലർച്ചന, നെയ്വിളക്ക്, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്കനാൾ നമ്മൾ ജനിച്ച നക്ഷത്രം, മാസം, വരുന്ന ദിവസം പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. രാവിലെ ചെയ്യുന്ന നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഭഗവാന് ഈ എന്ത് തൊഴിൽ ചെയ്തിട്ടും രക്ഷപ്പെടാത്ത ചില ആളുകളുണ്ട്. പല തൊഴിൽ ചെയ്തിട്ടും രക്ഷപ്പെടാത്തവര്. അങ്ങനെയുള്ളവർ ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ഒരുപാട് അനുഭവമുണ്ട്. ശിവഭഗവാന് ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസം, അതായത് കലണ്ടറിൽ നോക്കിയാൽ കാണും, പ്രദോഷം എന്ന് കാണും. അതൊരു മാസത്തിൽ 2 എണ്ണം വരും. അന്ന് വൈകിട്ട് നെയ്യഭിഷേകം ചെയ്യുക, അല്ലെങ്കിൽ നെയ്യ് സമർപ്പിക്കുക, ഉറപ്പായിട്ടും രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അതും അല്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യം, ഞായറാഴ്ചകളിൽ വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ നെയ്യ് സമർപ്പിക്കുക, അല്ല നെയ്യഭിഷേകം ചെയ്യുക, അല്ല നെയ്യ് സമർപ്പിക്കുക. വളരെ സമ്പത്ത് വന്നു ചേരും. എത്ര രക്ഷപ്പെടാത്തവരും രക്ഷപ്പെടും. ഇതൊക്കെ കൃത്യമായ എത്രയോ ജീവിതങ്ങൾ മാറിയ കാര്യങ്ങളാണ്. ഭഗവാനെ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ ഇപ്പം ശിവൻ, ഭദ്രകാളി, ഭൈരവൻ, ഈ ദേവതകൾക്കൊക്കെ രാഹുകാലത്ത് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. രാഹുകാലത്ത് ഞായറാഴ്ച വൈകുന്നപാട് ചെയ്താൽ നല്ലതാണ്. അപ്പോഴത് കറക്റ്റായിട്ട് ചേർന്ന് വരുന്ന സമയമാണ്. ശിവൻ, ഭദ്രകാളി, ഭൈരവൻ. ഈ ഞായറാഴ്ച വൈകുന്നപാട് ശിവന് നെയ്യ് സമർപ്പിക്കുക, അല്ലെ നെയ്യഭിഷേകം ചെയ്യുക, പെട്ടെന്ന് സാമ്പത്തികം ഉണ്ടാകും. ഇനി ഭൈരവസ്വാമിയാണ്, ഭൈരവസ്വാമിക്ക് പറ്റുന്ന വഴിപാട് ചെയ്യുക. കാളിയാണെങ്കിൽ, അല്ലെ ഭദ്രകാളിയാണെങ്കിൽ അമ്മയ്ക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക, വൈകിട്ടുള്ള നിവേദ്യം കൊടുക്കുക ഞായറാഴ്ച വൈകിട്ട്. ഇതിലെ ഏതെങ്കിലും ശിവനോ ഭദ്രകാളിക്കോ അല്ലെ ഭൈരവനോ ഏത് ദേവതയ്ക്ക്, എല്ലാവർക്കും കൂടെ ചെയ്യാനല്ല, നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം നിങ്ങൾക്ക് പറ്റുന്നിടത്ത് ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നുള്ളതാണ്. എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടാത്തവരും രക്ഷപ്പെടും എന്നുള്ളതാണ്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ചില രഹസ്യമായ ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരുന്നത്. പിന്നെ ശിവന് കൃഷ്ണപക്ഷ അഷ്ടമി, അതായത് എന്ന് വെച്ചാൽ കറുത്തപക്ഷ അഷ്ടമി എന്ന് വെച്ചാൽ വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി. വെളുത്തവാവ് കഴിഞ്ഞ് വരുന്നതാണ് കറുത്തപക്ഷം. വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി ശിവന് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും. അന്ന് കരിക്കഭിഷേകം ചെയ്യുന്നല്ല, ജലധാര നല്ലതാണ്. കരിക്കഭിഷേകം ചെയ്താൽ പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാവും. ആ കുടുംബത്തിൽ എന്തൊക്കെ പിതൃപരമായ കാര്യങ്ങളുണ്ടാവും, ദോഷങ്ങളുണ്ടാവും, മാറിക്കിട്ടും. ലക്ഷങ്ങൾ മുടക്കി പൂജ ചെയ്തിട്ടും മാറ്റമില്ലാത്തൊരു ഇത് ചെയ്ത് നോക്കുക. അതായത് വെളുത്തവാവ് കഴിഞ്ഞ് വരുന്ന അഷ്ടമി, അതിന് കറുത്തപക്ഷ അഷ്ടമി എന്നാണ് പറയുന്നത്. ശിവക്ഷേത്രത്തിൽ രാവിലെ ജലധാര, അത് മുൻജന്മ കർമ്മദോഷങ്ങൾ മാറാൻ, കരിക്കഭിഷേകം, പിതൃപ്രീതി ഉണ്ടാകാൻ തലേദിവസം അത് ഏർപ്പാട് ചെയ്യണം കരിക്കഭിഷേകത്തിന്. പിന്നെ ഭഗവാന് പാൽപ്പായസം, മുൻജന്മ കർമ്മദോഷങ്ങളെല്ലാം മാറും. പിന്നെ പാർവ്വദേവിക്ക് പിൻവിളക്ക്, നെയ്യ് അല്ലെ നെയ്യഭിഷേകം, പെട്ടെന്ന് സമ്പത്ത് വരും. കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നമ്മുടെ എല്ലാ തടസ്സങ്ങളും കർമ്മദോഷങ്ങളും മാറാറുണ്ട്. ഇത് ചെയ്താൽ വളരെ മാറ്റം വരും. പിന്നെ ഇത് എല്ലാ മാസവും വരുന്നുണ്ടല്ലോ, വെളുത്തുവാവ് കഴിഞ്ഞു വരുന്ന അഷ്ടമി, മാസത്തിലൊന്ന് ആവർത്തിക്കുന്നല്ല, അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക. പിന്നെ ഈ കുട്ടികൾ കുട്ടി എത്ര പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പഠിത്തത്തിൽ മോശമാകുക, അത് അവരുടെ ഒരു ഭാവിയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അവർ രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ശനിയാഴ്ചകൾ രാവിലെ ശിവന് 2 പഴുത്ത കദളിപ്പഴം,
നമ്മൾ ഉപയോഗിക്കുന്നതിൽ നല്ലതായിരിക്കണം, ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത്. ഭഗവാനുള്ള ഭക്തി കൊണ്ട് രണ്ട് പഴുത്ത കദളിപ്പഴം സാധാരണ ഒരു അർച്ചനയും കൊണ്ട് നടക്കി വെച്ച് ആ കുട്ടികളുടെ കൈ കൊണ്ട് തന്നെ വിഭവം പെട്ടെന്ന് ഫലം കിട്ടും. അങ്ങനെ വെച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ദൂരെ നിന്ന് പഠിക്കുവാണെങ്കിൽ ഇടയ്ക്കെങ്കിലും കുട്ടികളുടെ കൈ കൊണ്ട് ചെയ്യണം, അല്ലാത്തപ്പം വീട്ടിൽ നിന്ന് ഒരാൾ പോയി ചെയ്യാം. കഴിയുന്നത്ര അവനവൻ്റെ കൈ കൊണ്ട് ചെയ്താൽ ഫലം കൂടുതലാണ്. ഇത് ശനിയാഴ്ചകൾ രാവിലെ ചെയ്യുക, ശനിയാഴ്ചകൾ ആവർത്തിക്കുക. ഒരുപാട് ഇപ്പം ബിടെക് പരീക്ഷ പാസ്സായവരുണ്ട്, പല പേപ്പറും കിട്ടാഞ്ഞിട്ട് ഇന്ന് ജോലി ഇരിക്കുന്നവരുണ്ട്, ഞാൻ പറഞ്ഞു ചെയ്തു. പിന്നെ ഒ ഇ ടി പരീക്ഷ ഒരുപാട് തവണ ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ട് പാസ്സായി ഇന്ന് ജോലി ഇരിക്കുന്നവരുണ്ട്. പിന്നെ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ ഇതൊക്കെ കിട്ടിയവരുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, കാരണം ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ പാസ്സായിട്ട് തത്തുല്യമായ ഇംഗ്ലണ്ടിലെ പരീക്ഷ ഒരു പേപ്പർ കിട്ടണം. അപ്പം പുള്ളി ജീവിതമേ ഭയങ്കര നൈരാശ്യമായിട്ട് ഒറ്റ പേപ്പറേ ഉള്ളൂ കിട്ടാൻ. ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ പുള്ളി പാസ്സായി, ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് പുള്ളി ഇംഗ്ലണ്ടിൽ പോയി അതിന് തത്തുല്യമായ വേറെ അവിടുത്തെ ഒരു ഇതുണ്ട്, അത് പഠിച്ചിട്ട് ഒരു പേപ്പർ കിട്ടാനുണ്ട്. പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്തു ഇംഗ്ലണ്ടിൽ നിന്ന്. എനിക്ക് മെസ്സേജ് ചെയ്തത് വളരെ നിരാശയോടു കൂടിയാണ്. അപ്പോൾ ഒരു പേപ്പറൂടെ കിട്ടിയാൽ അദ്ദേഹത്തിന് നല്ല ഇംഗ്ലണ്ടിലെ ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് തത്തുല്യമായ ആ പരീക്ഷ പാസ്സായ വലിയ ശമ്പളം ഉള്ള ജോലി കിട്ടും. അതുകൊണ്ടാണ് അപ്പം ഞാൻ ഈ 2 പഴുത്ത കദളിപ്പഴവും സാധാരണ അർച്ചനയും ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. അപ്പം പുള്ളിക്ക് ഇംഗ്ലണ്ടിലായതുകൊണ്ട് നാട്ടിൽ പറഞ്ഞ് ചെയ്യിക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നല്ല രീതിയിൽ ചെയ്യിക്കുന്നിടത്ത് ചെയ്യിച്ചാലും നല്ലതാണ്. എന്തായാലും അദ്ദേഹം ചെയ്തു, അദ്ദേഹം പരീക്ഷ പാസ്സായി. അപ്പം ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷ പുള്ളി ഓൾറെഡി പാസ്സായായിരുന്നു. ഇംഗ്ലണ്ടിലെ തത്തുല്യമായ ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ട് തത്തുല്യമായ ഏതോ പരീക്ഷയാണ്, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അത് പാസ്സായി കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ അറിയാതെ എന്നോട് ചോദിക്കാതെ എൻ്റെ അക്കൗണ്ടിൽ ചെറിയൊരു തുക ഇട്ടു. തീരെ ചെറിയ തുകയല്ല, വലിയ തുകയല്ല, ചെറിയൊരു തുക ഇട്ടു. അത് കഴിഞ്ഞാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നിരാകരിക്കരുത്, സന്തോഷം കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ചോദിച്ചത് വലിയൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് ഇന്നും ഓർത്തിരിക്കുന്നു. അച്ചട്ട വിശ്വാസത്തോടെ ചെയ്തവരെല്ലാം ബിടെക് പരീക്ഷകൾ പാസ്സായകളെ ഒ ഇ ടി പരീക്ഷ ഇതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയൊക്കെ ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്ത കാര്യമാണ്. 2 പഴുത്ത കദളിപ്പഴം സാധാരണ ഒരു അർച്ചനയും കൂടെ കദളിപ്പഴം നന്നായിട്ട് പഴുത്തമായിരിക്കണം. ശനിയാഴ്ച രാവിലെ ശിവനടയെ വെച്ച് പ്രാർത്ഥിക്കുക. ഇത് നേരിട്ട് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടെ ഫലമായിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷെ അല്ലാതെ ചെയ്തവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട്, ഒരാൾ നാട്ടിൽ പറഞ്ഞ് ചെയ്യിച്ചവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നേരിട്ട് കൈകൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ. അതുപോലെ തന്നെ കദളിപ്പഴവും കൂവളത്തിലെ അർച്ചനയും ശനിയാഴ്ചകളിൽ ശിവന് ഒന്നുകിൽ രാവിലെ ചെയ്യാം, അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യാം. തൊഴിൽപരമായി വലിയ അഭിവൃദ്ധി ഉണ്ടാവും, തൊഴിൽപരമായി വലിയ ഉയർച്ച ഉണ്ടാവും. അത്ഭുതകരമായ കാര്യം. അതിൻ്റെ കൂടെ അല്പം നെയ്യോ നെയ്വിളക്കോ അല്പം നെയ്യോ ചെറിയ നെയ്യോ കൂടെ വെച്ചാൽ ഭയങ്കര സാമ്പത്തികം ഉണ്ടായി വരും, ഉയർച്ച ഉണ്ടാകും, തൊഴിലഭിവൃദ്ധി ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ. പിന്നെ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാനൊരു രഹസ്യം നിങ്ങളോട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് മനസ്സിലായാൽ നിങ്ങളുടെ ജീവിതം മാറും. നമ്മൾ അടുക്കളയിലൊക്കെ ഒരു ഉദാഹരണമാണ് പറഞ്ഞിട്ട് പറഞ്ഞുതരാം. അടുക്കളയിലൊക്കെ നമ്മൾ ഈ കനലില്ലേ, തീക്കനൽ, ആ കനലിനകത്തോട്ട് നമ്മൾ എന്തിട്ടാലും ആ ഇടുന്നതും ആ തീക്കനൽ പോലെ ആവും. കാരണം കനലിൻ്റെ ചൂട് കൊണ്ട് അത് കനലിലൊക്കെ നമ്മൾ ഇട്ടാൽ അത് കുറേ നേരം കിടന്നു കഴിഞ്ഞാൽ അതും ആ തീക്കനൽ പോലെ പിന്നെ ആ തീക്കനൽ പോലെ ആവും. കനലിനോട് ചേരുന്നതെല്ലാം കനലായി തീരും അതിൻ്റെ ചൂട് കൊണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളിൽ മാസത്തിലൊന്ന് പോകണം. എന്ന് വെച്ചാൽ ഗുരുവായൂരോ ഏറ്റുമാനൂരോ അമ്പലപ്പുഴ ആറന്മുള പത്മനാഭസ്വാമി ക്ഷേത്രം ചോറ്റാനിക്കര ചെട്ടികുളങ്ങര എന്ന് വേണ്ട, മമ്മിയൂര്, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. മുത്തപ്പൻ്റെ ക്ഷേത്രം, ഞാനിപ്പം കുറച്ച് ക്ഷേത്രം മനസ്സിൽ തോന്നി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ചൈതന്യം കൂടിയ കൂടുതൽ ആളുകൾ വരുന്ന ക്ഷേത്രങ്ങളിൽ പോകണം. അവിടെ മാസത്തിൽ ഒന്നെങ്കിലും പോയി അവിടെ നിശ്ചിത നേരം ധ്യാനിക്കണം, പറ്റുന്ന വഴിപാട് ചെയ്യണം. അപ്പം നമ്മൾ ആ ക്ഷേത്രവുമായി ഒരു സമ്പർക്കം ഉണ്ടാകുമ്പോൾ നമ്മളിലും മാറ്റം വരും. കനലിനോട് ചേരുന്നതെല്ലാം കനലെന്ന് പറഞ്ഞതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആ ക്ഷേത്ര ചൈതന്യവുമായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ തൊഴുത് അവിടെ ധ്യാനിച്ചിരിക്കുമ്പോൾ ആ ഈശ്വരൻ്റെ ഐശ്വര്യമായ ആ ചൈതന്യം, ആ പവർ, അതിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടും. അത് മതി ജീവിതം രക്ഷപ്പെടാൻ. രഹസ്യമായ വിദ്യയാണ്.
മണ്ണാർശാല, ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ, അതൊക്കെ നമ്മൾ മാസത്തിലൊന്ന് പോവുക, പറ്റുന്നിടത്ത് പോയാൽ മതി കേട്ടോ, ഞാൻ പറയുന്നേ ഉള്ളൂ. തൃശ്ശിലശ്ശേരി മഹാദേവൻ, അതുപോലെ തുകലശ്ശേരി മഹാദേവൻ, ഏറ്റുമാനൂരപ്പനെ കുറിച്ച് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തു. സമയം കൊണ്ടേ കാണണം കേട്ടോ. അതുപോലെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റുമാനൂരപ്പനെ, ഗുരുവായൂരപ്പനെ, അമ്പലപ്പുഴ എന്ന് വെച്ചാൽ ഇതുപോലെ കുറേ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒന്നെങ്കിലും പോവുക, പറ്റുന്ന വഴിപാട് ചെയ്താൽ മതി. അവിടെ നിന്ന് അല്പനേരം ആ ദേവന്റെ പാദങ്ങൾ അല്ലെ ദേവിയുടെ പാദങ്ങളെ സ്മരിക്കുക. പായിപ്പാട് പുത്തങ്കാവിലമ്പലം എന്ന് ഞാൻ പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ പോകുമ്പോൾ പായിപ്പാട് 4 കോടി റൂട്ടിൽ വരുമ്പോൾ 4 കോടി കഴിഞ്ഞ് രണ്ടാമത്തെ ജംഗ്ഷൻ പായിപ്പാട് പുത്തൻകാവിലമ്പലം. അതായത് എൻ്റെ ഓഫീസിൻ്റെ അവിടുത്തെ രണ്ടാമത്തെ ജംഗ്ഷൻ. ഒരുപാട് പുത്തൻകാവിലമ്പലം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എനിക്കറിയാവുന്ന അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ചില ക്ഷേത്രങ്ങൾ, അതുപോലെ ഈ പൊക്കത്തെ ഇരിക്കുന്ന മലദൈവങ്ങൾ അല്ലെ, ഈ പൊക്കത്തെ ഇരിക്കുന്ന ശിവക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ മലയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അങ്ങനെ ഒരു ക്ഷേത്രം പത്തനംതിട്ടയിൽ മലയാലപ്പുഴ ക്ഷേത്രം, അപാരമായ അനുഗ്രഹമുള്ള, അവിടെ ശിവന്റെ ഒരു ശിവലിംഗമുണ്ട്. 365 ദിവസവും ഈ വിഷുവിന്റെ പൂവുണ്ടല്ലോ, വിഷുവിന് നമ്മൾ വെക്കുന്ന കണിക്കൊന്ന, ആ കണിക്കൊന്നയെന്ന് എപ്പോഴും ഭഗവാന്റെ ശിവലിംഗത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഈ അർച്ചന പോലെ 365 ദിവസവും. അത്ഭുതമാണ് അവിടെ സ്വയംഭൂ ആ ഒരു ശിവലിംഗമാണ്. അപ്പം ഇങ്ങനെയുള്ള ചില ക്ഷേത്ര സങ്കേതങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അത്ഭുതകരമായി മാറും. പ്രത്യേകിച്ച് നമ്മൾ മാറാൻ വേണ്ടി പ്രത്യേകിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ മതി, ജീവിതം മാറും. അതുപോലെ പെരുന്നയില് NSS സ്കൂളിന്റെ പുറയിൽ മാരണത്തുകാവ് എന്നൊരു അമ്പലമുണ്ട്. മാരണത്തുകാവ് അംബികാ ക്ഷേത്രം. തെക്കോട്ടാണ് ദർശനം. എൻ്റെ അറിവിൽ തെക്കോട്ട് വേറെ ദർശനം ഉള്ള ക്ഷേത്രങ്ങളുണ്ട്, ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഭയങ്കര ശക്തിയാണ്. വടക്കോട്ട് ഭദ്രകാളിക്ക് ശക്തി കൂടുതലാണ്, പക്ഷെ തെക്കോട്ട് പ്രത്യേകതയാണ്. മാരണത്തുകാവ് അംബികാ ക്ഷേത്രം തെക്കോട്ടാ ദർശനം. അത് അപാരമായ പവറാണ്. അവിടെ ചെമ്പരത്തിമാലയും കടുംപായസവും ആണ് അമ്മയ്ക്ക് ഇഷ്ടം. അങ്ങനെ ഞാൻ പറഞ്ഞ അവിടെ കടുംപായസം ചെമ്പരത്തിമാലയും ചെയ്ത എത്ര ആളുകൾ ആദ്യമൊക്കെ ഓരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന, സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഇട്ട് ഇന്ന് ജോലി ചെയ്യുന്നവരുണ്ടെന്നറിയോ, സ്വന്തം പ്രസ്ഥാനമായി രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മൾ എന്തിനോട് ചേർന്നിരിക്കുന്നോ അതുപോലെ നമ്മളിൽ മാറ്റം വരും. നമ്മൾ നല്ല കാര്യങ്ങൾ പുറകെ പോവുകയാണെങ്കിൽ നല്ല മാറ്റം വരും. മണ്ടൻ കാര്യങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മണ്ടത്തരങ്ങളായിരിക്കും. നമ്മൾ ഈ നല്ല കാര്യങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക, ദൈവികമായ നല്ല കാര്യങ്ങൾ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞു തന്നാലും അതിനെ ഫോളോ ചെയ്യാം. അബദ്ധങ്ങളുടെ പുറകെയും മണ്ടത്തരങ്ങളുടെ പുറകെയും ഒന്നും പോകരുത് കേട്ടോ. ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടി വേറെ ആരും ശ്രദ്ധിക്കാനില്ല. അപ്പൊ ഇങ്ങനെ ചില ക്ഷേത്ര സങ്കേതങ്ങളുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ആ ക്ഷേത്ര ദർശനം നടത്തി അവിടെ പറ്റുന്ന വഴിപാട് ചെയ്തിട്ട് അവിടെ ചേർന്ന് ധ്യാനിക്കുക ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ പാദങ്ങളെ. ഇത് മാസത്തിലൊന്ന് വീതം ആവർത്തിക്കണം. മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പോവുക. അപ്പോഴാണ് ആ ക്ഷേത്രത്തിലെ ആ അപാരമായ ചൈതന്യത്തിന് അതിന്റെ ചെറിയൊരു അംശം അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നിങ്ങളുടെ ലൈഫിലെല്ലാം വന്നു ചേരും. ഒരിക്കലും ഒരു പരാജയം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ നമ്മളൂടെ പ്രയത്നിക്കണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണല്ലോ. നമ്മൾ പിന്നെ പ്രയത്നിക്കണം. ഈശ്വരാധീനങ്ങൾ ഉണ്ടാകുമ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും എല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ നാഗരാജാവിന് ഞായറാഴ്ചകളിൽ നെയ്വിളക്ക് നാഗക്ഷേത്രത്തിൽ തെളിയിച്ചാലും അപാരമായ ധനസമൃദ്ധി ഉണ്ടാവും. ഞായറാഴ്ചയും ബുധനാഴ്ച പോകാൻ പറ്റാത്തൊരു ഞായറാഴ്ച നാഗരാജാവിന് പോയി നാഗക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച അപാരമായ ധനസമൃദ്ധി ഉണ്ടാവും. അത്ഭുതകരമായ കാര്യം രാവിലെ ചെയ്യാവുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് അറിയേണ്ട നല്ല കാര്യങ്ങൾ. ഇതൊക്കെയാണ് അവനവൻ്റെ ആവശ്യം പോലെ ചെയ്യുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. എല്ലാം കൂടെ ഒരാൾ ചെയ്യാനോ ഒന്നുമല്ല ഞാൻ പറയും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ചെയ്യുന്ന ആത്മാർത്ഥയോടെ ചെയ്യുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും കൂടെ വേണം. നമ്മുടെ വിശ്വാസം ഏത് ദേവതയിലാണേലും ആ ദേവതയെ ചൊല്ലുമ്പോൾ നമ്മുടെ കാര്യം നടക്കും. ആ വിശ്വാസത്തിൽ എന്തെങ്കിലും ആശങ്കയോ ടെൻഷനോ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പകുതി മനസ്സേ അങ്ങ് ചെല്ലത്തുള്ളൂ. ആ കാര്യം നടക്കാൻ താമസപ്പെടും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഏതൊരു വഴിപാട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പഴയകാലം അങ്ങ് മറക്കുക, അത്ര നേരത്തേക്കെങ്കിലും. എന്നിട്ട് നമ്മൾ ആ ദേവതയിൽ അപ്പം നമ്മുടെ മനസ്സ് മുഴുവനായിട്ട് ചൊല്ലും. അങ്ങനെ മുഴുവൻ മനസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ആ കാര്യം നടക്കും. ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ചെയ്തു കഴിഞ്ഞ് ചിന്തിച്ചാൽ അത് സംശയമുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ?
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അല്ല ചെയ്തെന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ഏത് വഴിപാടാണേലും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.